ഇത് ഈ സന്ദേശം കാണുന്നവരിൽ പ്രാർത്ഥിക്കാത്തവരായി ആരും തന്നെയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പലരും പല നിലകളിൽ, പല സമയങ്ങളിൽ, പല ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ഉത്തരം വരുന്നു, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വൈകി ഉത്തരം വരുന്നു, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം വരുന്നില്ല. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ, ആദ്യ നാളുകളിൽ, പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലുമെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഉത്തരം ലഭിച്ച നിരവധി വാക്യങ്ങൾ, ഭാഗങ്ങൾ, പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. എന്നാൽ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറുപടിയും വേഗത്തിൽ ലഭിക്കണം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതോ മാറ്റിവെക്കാൻ കഴിയുന്നതോ ആകുന്ന ഒരു സംഗതിയല്ല. മറുപടി വേഗത്തിൽ ലഭിച്ചേ പറ്റൂ, മറുപടി ഉടനെ ലഭിച്ചേ പറ്റൂ. ഉടനെ ഉത്തരം കിട്ടേണ്ട അനവധി ചോദ്യങ്ങൾക്ക് മുമ്പിലായിരിക്കാം ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തിൽ നിൽക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് പല കാര്യങ്ങൾക്കും പ്രാർത്ഥനയിൽ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം ഞാൻ ഇന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് പോലെ അനേക കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഷെയർ ചെയ്തേ മതിയാകത്തുള്ളൂ. ഒപ്പം ഈ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്കും കൂടെ ഇപ്പൊ തന്നെ കൊടുത്തേക്കുക. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ പ്രാർത്ഥന അധികാരത്തോടുകൂടെ ആകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. 2, നമ്മുടെ പ്രാർത്ഥന വസ്തുതകളെ മനസ്സിലാക്കി ആകുമ്പോഴാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 43-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനുള്ള 10 വിധ സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 10 വിധ കൂട്ടിച്ചേർപ്പുകളെ കുറിച്ചും നമുക്ക് ആ അധ്യായം പഠിക്കുമ്പോൾ അറിയാൻ കഴിയും. അതിന്റെ 5-ാമത്തെ അധ്യായം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമായുള്ള വാക്യങ്ങളാണ്. അത് 10 വിധ കൂട്ടിച്ചേർപ്പുകളാണ്. എന്നാൽ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 43-ാമത്തെ തന്നെ അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം, ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് അവിടെ കാണാം. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്നും കൽപ്പിക്കും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുത്. എന്താണ് ദിക്കുകളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് പരിചയമുള്ളതുപോലെ തന്നെ 4 ദിക്കുകൾ: കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഈ 4 ദിക്കുകളിലും ഒരു ദൈവ പൈതലിന്റെ മറുപടികളെയും നന്മകളെയും അവന്റെ സകലവിധമാകുന്ന അനുഗ്രഹങ്ങളെയും തടയാൻ കഴിയുന്നതും തടഞ്ഞു വെക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു ദുഷ്ടാത്മ സേനയുടെ സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ ഈ വാക്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എന്റെ പ്രയർ റൂമിൽ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന സമയം ഈ ദിക്കുകളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ, ഈ ദിക്കുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ, ഈ ദിക്കുകളെ കൽപ്പിച്ചു പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു പ്രേരണ തരാറുണ്ട്. ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ ബോധപൂർവം ഞാൻ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാറില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയം എന്റെ ഓർമ്മയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്നതിനെ ശ്രദ്ധിക്കാറുണ്ട്. പ്രിയപ്പെട്ട ദൈവമേതനെ, നിങ്ങൾ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. പല കാര്യങ്ങളും, പല മിസ്റ്ററിയും ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രയർ റൂമിലാണ്. എന്നാൽ എല്ലാ മിസ്റ്ററിയും നമുക്ക് വളരെ 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 പരസ്യമായ നിലയിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരു മനുഷ്യന് ഓപ്പണായി കിട്ടാതെ വേണം അവനെ ബ്ലോക്ക് ചെയ്യുന്ന ചില തലങ്ങളുണ്ട്, ചില സൈറ്റാനിക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്ത്, ആ സിസ്റ്റത്തെ ക്രഷ് ചെയ്ത് ഒരു ജയകരമാകുന്ന ഒരു നിലവാരത്തിൽ കയറുന്ന ഒരു മനുഷ്യന് മാത്രമേ അതോറിറ്റിയിൽ ചലിക്കാൻ, അതോറിറ്റിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ.
ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ്. എന്നാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു അതോറിറ്റിയിൽ കയറി നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ദിക്കുകളുടെ മേലുള്ള ബന്ധനം അഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 10 വിധ സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ, 10 വിധ കൂട്ടിച്ചേർപ്പുകളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ദൈവം അഡ്രസ് ചെയ്യുന്ന ഒരു പദമുണ്ട്. എന്താ? ഈ കൂട്ടിച്ചേർപ്പിന് തടയുന്ന തെക്ക് ദിക്കിൽ നിന്നുള്ളൊരു വ്യാപാരം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ തെക്കിനോട് തടയരുത് എന്നും ഈ കൂട്ടിച്ചേർപ്പിന് ഞാൻ തരികയില്ല എന്ന് പറയുന്ന വടക്ക് നിന്നുള്ളൊരു തടസ്സം. അതുകൊണ്ട് ഞാൻ വടക്കിനോട് തരിക എന്നും പറയും. ഓ ഹല്ലേലൂയ! ഇത് ദൈവാത്മാവിൽ ഇത് പ്രവചിച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ തരികയില്ലെന്ന് വടക്ക് നിന്നൊരു വാദമുണ്ടെങ്കിൽ, വടക്ക് നിന്ന് നിങ്ങൾക്കൊരു തടസ്സമുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. തെക്കിൽ നിങ്ങൾക്കുള്ള നന്മകളെ തടഞ്ഞു വെക്കുന്ന ഒരു പൈശാചിക തലമുണ്ടെങ്കിൽ, ഒരു ഡിമോണിക് റിലമുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. കമാൺ, എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു? സുഹൃത്തെ, ഇതുപോലെ നമ്മൾ പഠിച്ചാൽ കിഴക്കും പടിഞ്ഞാറും എല്ലാം നിങ്ങൾക്ക് ബ്ലെസ്സിങ്ങിന്റെ വാതിലുകളാക്കി ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തന്നിരിക്കും. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ദൈവകൃപയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിൽ പുതുജനനം പ്രാപിച്ച, ക്രിസ്തുവിൽ ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് പടർന്ന് വളരുവാനുള്ള മേഖലകളാണ്. നിന്റെ ശാഖ കിഴക്കോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ, നിന്റെ ശാഖ പടിഞ്ഞാറോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശാഖ വടക്കോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശാഖ തെക്കോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ഇത് ആത്മാവിൽ കൽപ്പിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ദിക്കുകളുടെ കെട്ടുകൾ അഴിയുന്ന ഒരു ദിവസമാണ്. Almighty God, in Jesus' name. Hallelujah. ഞാൻ വടക്കിനോട് ദൈവം പോലും ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ക്ലൈം ചെയ്യുകയാണ്, കൽപ്പിക്കുകയാണ്. ദൈവം എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോ ഒരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ എന്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് പേന മേടിച്ച ഒരു വ്യക്തി എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മേടിച്ചു. അവൻ എനിക്ക് 1 മാസമായിട്ടും തരുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയുവാണ്. അപ്പൊ ഞാൻ അവനോട്, എടാ ആ പേന തരുവോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയിരിക്കും? എടാ എന്റെ മേടിച്ച പേന എങ്ങ് തന്നെ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും? ഞാൻ പറയുന്നതിന്റെ ആ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ അവകാശങ്ങളെ നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ് ഡെലിവറൻസ് ഇരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാവും? നമ്മുടെ അവകാശങ്ങളെ ചോദിക്കുന്ന, നിങ്ങൾ ദൈവത്താൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ക്രിസ്തുവിൽ പുതുജനനം എടുത്തൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ വാഴുന്ന ഏതൊരു ഇരുട്ടിന്റെ ശക്തിമേലും ദൈവം അധികാരം തന്നിരിക്കുക. അത് വടക്കുള്ള ഒന്നിനെ പേടിയില്ല, തെക്കുള്ള ഒന്നിനെ പേടിയുണ്ടെന്ന് പറയേണ്ട ഒരു ആവശ്യമേ ഇതിനകത്തില്ല. നിങ്ങൾക്ക് എന്തിന്മേലും ജയിക്കാനുള്ള ഒരു അധികാരം ദൈവം തന്നിരിക്കുകയാണ്. ഇതൊരു പുതു നിയമസഭ മനസ്സിലാക്കണം. ഇതൊരു വീണ്ടും ജനിച്ച ദൈവ പൈതൽ മനസ്സിലാക്കണം. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന ഒരു ദൈവമകൻ മനസ്സിലാക്കണം. അധികാരം ഇന്ന് നിങ്ങളുടെ മേൽ വർക്കാകണം. അപ്പോഴാണ് ആ ഒരു പ്രാർത്ഥനയിൽ ഒരു ഡെലിവറൻസ് വെളിപ്പെടുന്നത്. ഞാൻ ആത്മാവിൽ വീണ്ടും പറയുന്നു, വടക്കിനോട് തരിക എന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ, തെക്കിനോട് തടത്തു വെക്കരുതെന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ, ഇന്ന് അതേ അധികാരമാണ്, അതേ പുത്രത്വത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്ന എന്റെ മേലും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മേലും ഇരിക്കുന്നത്. സോ ഈ സെക്കൻഡിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ ഏതെങ്കിലും ദിക്കിൽ നിങ്ങളുടെ ഒരു ബ്ലെസ്സിംഗ് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഡെലിവറൻസ് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് അത് റിലീസ് ചെയ്യാൻ പോകുകയാണ്. അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ പറയട്ടെ. ഉടനെ നിങ്ങൾ ഈ വീഡിയോ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും ഈ ചാനലിൽ രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്, ഈവനിങ് 6:30 ഈവനിങ് സർവീസ് ഉണ്ട്. മുടങ്ങാതെ അതിൽ ജോയിൻ ചെയ്യുക. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ഇതിൽ കാണുന്ന പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഞങ്ങളുടെ എല്ലാ മെസ്സേജിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ട കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ ലൈഫ് 4 ദിക്കിൽ
ദിക്കിലും ഇവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ഡിമോണിക് റിലവും ബ്രേക്ക് ആകട്ടെ. ഇപ്പോൾ തന്നെ ഒരു ദൈവികമാകുന്ന ഒരു വിടുതൽ, ദൈവികമാകുന്ന ഒരു ശക്തി, ദൈവികമാകുന്ന ഒരു അഭിഷേകം ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിന്റെ മേൽ, ശരീരങ്ങളുടെ മേൽ, മനസ്സിന്റെ മേൽ, ചിന്തയുടെ മേൽ വ്യാപരിച്ച് സകല തിന്മയുടെ ശക്തികളും പൊട്ടിമാറണേ. 4 ദിക്കിലൂടെയും ഇവർക്ക് വെളിപ്പെടാനുള്ള സകല നന്മകളും ഇപ്പോൾ തന്നെ റിലീസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you and God be with you.